സിറിയൻ വിമത വിഭാഗവുമായി ചർച്ചകൾ തുടരുന്നുവെന്ന യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ജോർദാൻ, അറബ് രാജ്യങ്ങൾ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ഭീകരരുടെ സാന്നിധ്യം ഇല്ലാതാക്കുകയുമാണ് ലക്ഷ്യമെന്ന് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും സംയുക്തമായി പുറത്തിറക്കിയ വിശദീകരണത്തിൽ പറയുന്നു. ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന സംഘടനയെ ഭീകരരായി തന്നെയാണ് അമേരിക്ക കണക്കാക്കുന്നത്. എന്നാൽ വിവിധ അറബ് രാജ്യങ്ങളും ജോർദാൻ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിൽ ഹയാത്ത് തഹ്രീർ അൽ ഷം അഥവാ HTSുമായി സമ്പർക്കം തുടരുന്നുവെന്നാണ് ആന്റണി ബ്ലിങ്കൻ അറിയിച്ചത്. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കിയും ഭീകരതയ്ക്ക് ഇടം നൽകാതെയുമുള്ള നീക്കങ്ങളാണ് തുടരുക എന്നും അമേരിക്ക പറയുന്നുണ്ട്. സമാധാന നീക്കങ്ങളെ ഭീകരർ മുതലെടുക്കാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്ന് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയും പറയുന്നു. മുഴുവൻ സിറിയൻ ജനതയെയും പ്രതിനിധാനം ചെയ്യുന്ന ഭരണകൂടമായിരിക്കും സ്ഥാപിക്കപ്പെടുക. അതേസമയം വിമത വിഭാഗത്തോടൊപ്പം നിൽക്കുന്ന ജിഹാദികൾ ഇത്തരം നീക്കങ്ങളെ അനുകൂലിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതുണ്ട്. ബഷാർ അൽ അസദിനെ പിന്തുണയ്ക്കുന്ന റഷ്യയും ഇറാനും ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ജിഹാദി സംഘടനകൾ ഇടപെടുന്ന സിറിയയിൽ ഇറാന്റെ പിന്തുണയോടെ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഭീകര പ്രസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്നും HTSനെ ഒഴിവാക്കില്ലെന്ന് നേരത്തെ ബ്രിട്ടനും വ്യക്തമാക്കിയിരുന്നു. സിറിയയിൽ ജനാധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നുവെങ്കിലും പ്രതീക്ഷ നൽകുന്ന നടപടികൾ ഉണ്ടാകുന്നില്ലെന്നത് അനിഷേധ്യ സത്യമായി തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.